Meet the editors. ഒറ്റപ്പെട്ട സംഭവമാണോ ക്രിസ്തീയ കരോൾ സംഘത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. ഒറ്റപ്പെട്ട സംഭവമാണോ ജിമ്മി? ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 10 സംഭവം എടുത്തു പറഞ്ഞാൽ ഒറ്റപ്പെട്ട എന്നുള്ള വാദം ഒഴിവാക്കുമോ? ഇതേ പാലക്കാട് കഴിഞ്ഞ വർഷം 2024 നിരവധി സ്കൂളുകളിൽ തത്തമംഗലത്തെ ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തിയതിന് VHP പ്രവർത്തകർക്കെതിരെ 3 VHP പ്രവർത്തകർക്കെതിരെ കേസുണ്ട്. 3 VHP പ്രവർത്തകർക്കെതിരെ 2024 ഇത് തന്നെയായിരുന്നു. ക്രിസ്മസ് ആഘോഷമാണ്, സ്കൂളുകളിൽ അങ്ങനെ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം നടത്തണ്ട എന്നുള്ളതായിരുന്നു VHP നിലപാട്. ആ കേസ് ഇപ്പോഴും നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതേ ജില്ല, ഇത്തവണ ഇത് നടക്കുന്ന കഞ്ചിക്കോടാണ്. ഈ കഞ്ചിക്കോട് ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത് പോലെ ഇതേതോ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയെന്നൊന്നുമല്ല അതിൻ്റെ യഥാർത്ഥ വസ്തുത. നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 15ഉം 16ഉം വയസ്സാണ് ഈ സംഘത്തിലെ ഏറ്റവും പ്രായമുള്ള കുട്ടിയുടെ പ്രായം. പൊടിക്കുട്ടികൾ വരെയുണ്ട്. അവർ സുരഭി നഗർ കാലാണ്ടിത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് അവരവിടെ പോകുന്നു. അവിടെ ആ ഏരിയയിൽ കയറുമ്പോൾ തന്നെ ഇത് ഞങ്ങളുടെ ഏരിയ ആണ്, നീ ആരടാ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രതി വന്ന് കുട്ടികളെ ഉപദ്രവിക്കുന്നത്. ആ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി വന്ന ബാൻഡ് തല്ലിപ്പൊട്ടിക്കുന്നത്. ആ തല്ലിപ്പൊട്ടിയതിന് ശേഷം ഒരാളുടെ ദേഹത്ത് അടിക്കുന്നത് വടികൊണ്ട്. നല്ലൊരു വടിയുണ്ട് ഇയാൾ ബൈക്കിലാണ് വന്നത്. കുട്ടികളെ പേടിച്ച് ഓടിപ്പോവുകയാണ്. കുട്ടികൾ എന്ന് പറയണം, അല്ലാതെ ക്രിസ്മസ് കരോൾ സംഘം എന്ന് പറഞ്ഞ് എന്തോ ഒരുപാട് ആളുകൾ വന്നു എന്നുള്ളതല്ല. 16 വയസ്സ് മുതൽ താഴോട്ടുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു പ്രശ്നം, അവർക്ക് പ്രകോപനം ഉണ്ടാകാൻ കാരണം പുതുശ്ശേരിയിലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ ബാൻഡാണ് ഈ കുട്ടികളെടുത്തത്. എല്ലാ സ്ഥലങ്ങളിലും പല പാർട്ടികൾക്കും അവരുടെ സ്വന്തമായ ബാൻഡും പരിപാടിയൊക്കെ ഉണ്ട്. കുട്ടികൾ പോയി എടുത്തു. ഓക്കെ, അവർ SFIക്കാരോ അല്ലെങ്കിൽ CPM അനുഭാവികളോ ആയിരിക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, അല്ല എന്ന് മുതലാണ് ഈ ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ മാത്രം ആഘോഷമായി മാറിയത്? ഓണം അങ്ങനെ ആർക്കെങ്കിലും തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും മുസ്ലിം ആഘോഷങ്ങൾ അങ്ങനെ നമ്മൾ തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? ക്രിസ്മസ് എല്ലാവരുടെയുമാണ്. എത്രയോ കരോളുകൾ, ഇപ്പോൾ നിങ്ങൾ ഏത് സ്ഥലം എടുത്ത് നോക്കൂ, കരോളുകളുടെ ഘോഷയാത്രയാണ്. അതിനകത്ത് താൻ ക്രിസ്ത്യാനിയാണോ, താൻ ഹിന്ദുവാണോ, താൻ മുസ്ലിമാണോ നോക്കിയല്ല. ഇത് ശബരിമല പോലെ എല്ലാ ഭക്തരും എല്ലാ വിശ്വാസികളും പോകുന്നത് പോലെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. അത് BJPക്കാർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഷോൺ ജോർജ് ആദ്യം ഇന്ന് BJPയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് സഭയാണ് സാധാരണ ഇത്തരം പരിപാടി നടത്തുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരുത്തി. അല്ല, ബാക്കിയുള്ളവർക്ക് നടത്താം, പക്ഷേ മാന്യമായി നടത്തണം എന്നുള്ളതാണ് പറയുന്നത്. എന്ത് മാന്യത കുറവാണ് കാണിച്ചത്? പുതിയൊരു നറേറ്റീവ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. വീടുകളിൽ പോയി പ്രശ്നമുണ്ടാക്കി. വീടുകളിൽ പോയിട്ടല്ല, ഈ പറയുന്ന സ്ഥലത്ത് സുരഭി നഗർ കാലാണ്ടിത്തറയിൽ അവിടെ പൊതുസ്ഥലത്ത് വെച്ചാണ്. വീടുകളിൽ കയറിയത് പോലുമില്ല, അവർ കയറിയ സമയത്താണ് ഉണ്ടാകുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ബാൻഡിൽ ഈ വാദ്യോപകരണത്തിലുണ്ടായിരുന്ന ഒരു അരിവാൾ ചുറ്റുകയാണ് പ്രശ്നം. കേരളത്തിൽ അങ്ങനെ ഏതൊക്കെ പാർട്ടികളിലുള്ളവർ, ഏതൊക്കെ സംവിധാനത്തിലുള്ളവർ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്? രണ്ടാമത്തെ ഏറ്റവും വലിയ കുറ്റമായി പറയുന്നത് മദ്യപിച്ചു എന്നുള്ളതാണ്. ഈ ക്രിസ്മസ് കാലത്ത് മദ്യപിക്കാതെ കരോൾ ഒന്ന് പോ ചേട്ടാ എന്നാണ് സത്യത്തിൽ പറയേണ്ടത്. അത് പോട്ടെ, പക്ഷേ ഇതൊരു ആഘോഷമാണ്. അപ്പം ഈ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളാണെന്ന്, 16 വയസ്സിന് താഴോട്ടുള്ളവരാണ്. ക്രിസ്മസ് സമയത്ത് കള്ളു കുടിച്ചെന്നും അതൊരു മഹാ അപരാധമാണെന്ന് പറഞ്ഞാൽ അത് തന്നെ ഞാൻ പുച്ഛിക്കുകയാണ്. ഞാൻ ആ സമുദായത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഞാനിത് വിടുകയാണ്. ഇനി ബഹളം വെച്ച് വീടുകളിൽ പോയി എങ്കിൽ വീട്ടുകാർക്ക് പരാതി വേണം. ഈ ഇൻസിഡൻറ്റ് ഒക്കെ ഏതെങ്കിലും വീട്ടിൽ വെച്ചാണോ? വീട്ടിൽ കയറിയിട്ട് പോലുമില്ലല്ലോ, ഇത് പൊതുസ്ഥലത്തല്ലേ. അപ്പോൾ ഇത് മുഴുവൻ നുണയാണ്. ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവം, ഒരാളാണ് ഇതിനകത്ത് പ്രതി. ആ പ്രതി ഇന്നലെ ഇവരെ കണ്ടപ്പോൾ ഹാളിലേക്ക് ബഹളം വെച്ചു. അത് നമുക്ക് മനസ്സിലാവും, അടിയുണ്ടാക്കി. എന്തിനാണ് BJPയുടെ സംസ്ഥാന നേതാക്കളും സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമൊക്കെ ഇതിനു വേണ്ടി പിന്തുണച്ചത് എന്നുള്ളതാണ്, അവിടെയാണ് സംശയം. ഞാനൊരു കഥ പറയാം. ഒരു പുഴ കടക്കാൻ ഒരു തേള് തവളയോട് സഹായം ചോദിച്ചു. അപ്പോൾ തവള പറഞ്ഞു, തേളെ നിനക്ക് ഈ കുത്തുന്ന സ്വഭാവമുണ്ട്, അപ്പം ഞാൻ നിന്നെ പുറത്ത് കയറ്റി അപ്പുറം കിടത്തെ നീ വഴി വെച്ച് എനിക്കിട്ട് കുത്തും. അപ്പോൾ തിരിച്ച് തേളി ചോദിച്ചു, അത് പറ്റില്ലല്ലോ, കുത്തിയാൽ തവള ചത്തുപോകും, താൻ ചത്താൽ ഞാനും ചാവും, മുങ്ങിപ്പോവും. അപ്പം തവളയ്ക്ക് തോന്നി ശരിയാണല്ലോ. തവള പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ തേളിനെ തവളയുടെ പുറത്ത് കയറ്റി നടുക്കെത്തിയപ്പോൾ കൃത്യമായിട്ട് വിഷവാല് വെച്ച് തേളൊരു കുത്തു വെച്ചിട്ടു തവളയ്ക്ക്. അപ്പോൾ തവള ഇങ്ങനെ തേളിനെ തിരിഞ്ഞ് നോക്കുമ്പോൾ തേള് പറഞ്ഞു, ശരിയാണ്, താനിപ്പോൾ ചത്തുപോകും, ഞാനും മുങ്ങിച്ചാവും, പക്ഷേ എൻ്റെ വർഗ്ഗ സ്വഭാവമാണ്, എനിക്കത് മാറ്റാൻ പറ്റില്ല, സോറി. രണ്ടുപേരും മുങ്ങിച്ചത്തു. ഈ തേളാണ് BJPക്ക് അറിയാം. കേരളത്തിലെ 4 ജില്ലകളിൽ വളരെ കൃത്യമായി ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണം, ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം, ഇതൊക്കെ അറിയാം, ഈ തിയറിയൊക്കെ അറിയാം. പക്ഷെ കയ്യിലിരിക്കുന്ന ഫ്രോഡ് പുറത്ത് വരും, ആ കലി പുറത്ത് വരും. ക്രിസ്മസ് ആഘോഷം കണ്ടാൽ, മറ്റൊരു മതസ്ഥൻ്റെ ആഘോഷം കണ്ടാൽ ആ പരിപാടി, ഈ പറഞ്ഞ പ്ലാനും പദ്ധതിയും മുഴുവൻ കളഞ്ഞിട്ട് എടുത്ത് വെളിച്ചാടും. അല്ലെങ്കിൽ ഇന്നലത്തെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുന്നതിന് പകരം പാലക്കാട് BJPയുടെ നേതാവ്, കേരളത്തിലെ BJPയുടെ നേതാവ്, രണ്ടുപേരും മാന്യമായിട്ട് ക്രിസ്മസ് കരോൾ നടത്തിയില്ലെങ്കിൽ അടി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പടി കൂടി അവരുടെ ക്രിസ്ത്യൻ പദ്ധതിയെ പൊളിച്ചു കളയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനി ഇത് കേരളത്തിൽ മാത്രമോ? നമ്മൾ കണ്ടതല്ലേ ഒറീസയിൽ തെരുവിൽ അയാളുടെ മതം എന്താണെന്ന് ഒരു കാരണവശാലും
ക്രിസ്ത്യാനിയാണെന്ന് പോലും അന്വേഷിക്കാതെ കുറേ പാവപ്പെട്ട മനുഷ്യർ സാന്താക്ലോസിൻ്റെ മാസ്ക് വിൽക്കുന്നു. ഒരു വലിയ കാറിൽ വന്നിറങ്ങിയിട്ട് പുലഭ്യം പറഞ്ഞ് ആ കുടുംബനാഥനും കുഞ്ഞും സ്ത്രീയും അതെല്ലാം വാരി കിട്ടിക്കൊണ്ട് പോവുകയാണ്, അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. മറ്റൊരു സ്ഥലത്ത്, അത് യു പിയിലെ ഇൻഡോറിലാണ്. ഇൻഡോറിൽ ഒരു ഈ ഭക്ഷണ വിതരണം ചെയ്യുന്ന ഒരാൾ സാന്താക്ലോസിൻ്റെ തൊപ്പി വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവനെ ഭീഷണിപ്പെടുത്തി അത് ഇറക്കുകയാണ്. നോക്കൂ, കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ഇത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമല്ലേ ഡൽഹിയിൽ ക്രിസ്മസ് ആഘോഷ സമയത്ത് ഒരു പള്ളിക്കെതിരെയുള്ള ആക്രമണം നമ്മൾ കണ്ടത്? കത്തിക്കാനുള്ള ശ്രമം നടന്നില്ലേ? തീ നിറച്ച കുപ്പി പെട്രോൾ നിറച്ചിട്ട് എടുത്ത് പള്ളിക്ക് നേരെ എറിയുന്നത്. ക്രിസ്മസ് കാലമാകുമ്പോഴേക്കും, അതുകൊണ്ടാണ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഇത് രാജ്യവിരുദ്ധ ശക്തികളാണ്. ഇത് BJP ആണെന്നോ RSS ആണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ, ഇന്ത്യയിലെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ, റൈറ്റ് വിങ് ഫ്രിഞ്ച് ഗ്രൂപ്പുകളാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നത്. പക്ഷേ അവരെ അറിയാതെ അങ്ങ് പിന്തുണച്ച് കളയും BJP. അതാണ് പ്രശ്നം. തേളിൻ്റെ കഥയാണ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത്. അറിയാതെ അങ്ങ് ചെയ്തു പോകും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നാണെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചൊരു ദിവസമാണെന്ന്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോട്? ഡിസംബർ 25 ക്രിസ്മസ് അവധി ദിനം എന്നുള്ളത് അവധി കൊടുക്കാം, പക്ഷേ അത് ക്രിസ്മസിൻ്റെ പേര് പറ്റില്ല. വേണമെങ്കിൽ AB വാജ്പേയിയുടെ ഓർമ്മ ദിനമായി അവധി പ്രഖ്യാപിച്ചോളൂ എന്ന് പറയുന്നു. എന്തൊരു വിരോധാഭാസമാണ്. ഓരോ സ്ഥലങ്ങളിൽ, മൊഹല്ലകളിൽ, മുസ്ലിം ഏരിയകളിൽ പോയി ഭാരത് മാതാ കീ ജയ് എന്ന് പറഞ്ഞ് കൊടിയും ഭാരതത്തിൻ്റെ കൊടിയും വെച്ച് അലറിക്കൊണ്ട് പോയി അവരെ പ്രകോപിപ്പിക്കുക. ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ ദേശീയ പതാക എല്ലായിടത്തും തൂക്കിയിട്ടില്ലെങ്കിൽ, എല്ലാ ദിവസവും അലറിയില്ലെങ്കിൽ നിനക്കൊക്കെ എന്തോ കുഴപ്പമാണെന്ന് പറയുക, അവരുടെ ആഘോഷങ്ങൾ തകർക്കുക. അത്തരം ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ, അത് ഞങ്ങൾ BJPക്കാരാണ്, അവർ വേറെന്തോ ആണെന്ന് പറഞ്ഞ് ഡൽഹിയിലെ വലിയ ആളുകൾ ഒഴിയുമ്പോൾ ഇവർ വന്നിട്ട് അല്ല ചെയ്തു, പക്ഷേ ആ ചെയ്തത് നന്നായി എന്ന മട്ടിൽ പറയുക. ഈ ഒരു കാര്യം കൂടെ ഓർത്ത് പെട്ടെന്ന് പറഞ്ഞു, ഈ കൈവെട്ട് സംഭവത്തിൻ്റെ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വലിയ ആരോപണം ഉണ്ടായിരുന്നു, ഒരു കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പാർട്ടികൾക്കെതിരെ. അപ്പോൾ അന്ന് പറഞ്ഞത് ചെയ്തത് ഞങ്ങളല്ല, പക്ഷേ ആ മാഷ് ചെയ്തത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി എന്താ ഇതിൻ്റെ പരിപാടി എന്നുള്ളത്. ഇതാണ് പരിപാടി. മതവർഗീയവാദികൾ എത്ര ഒളിച്ചിരുന്നാലും അവസാനം ചന്ദ്രൻ ഉദിക്കുമ്പോൾ കുറുക്കൻ കൂവുന്നത് പോലെ ആ ഫ്രോഡ് പുറത്തു വരും. അതാണ് ഇന്ന് കണ്ടത്. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള, മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിരുദ്ധത എത്ര മറച്ചാലും പുറത്തു വരുന്നൊരു സാഹചര്യമാണ് ഇത്. ഒറ്റപ്പെട്ട സംഭവമേ അല്ല, ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഇത് കൂടിക്കൂടി വരികയാണ്. CBCയുടെയും ഈ മൈനോറിറ്റി വാച്ചിൻ്റെ കണക്കനുസരിച്ച് ഓരോ വർഷവും കേരളത്തിൽ ഇന്ത്യയിൽ മൈനോറിറ്റീസിനെതിരായ ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതിന്. ക്രിസ്ത്യൻ കരോൾ സംഘത്തിനെതിരെയുള്ള സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവമോ എന്നുള്ളതാണ് ചോദ്യം. ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലോകം മുഴുവൻ, പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങൾ വരെ ഡിസംബർ 25-ാം തീയതി അവധി കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു സംസ്ഥാനം പറയുകയാണ് ഡിസംബർ 25-ാം തീയതി അവധിയില്ല എന്ന് പറയുകയാണ്. ലോകം മുഴുവൻ അവധിയാണ്. ഒരു സംസ്ഥാനം പറയുകയാണ്, ഇതുവരെ അവധി കൊടുത്ത സംസ്ഥാനത്താണ് പറയുന്നത് അവധിയില്ല എന്നുള്ളത്. അപ്പം ഇത് വരുന്ന കാലങ്ങളുടെ ഒരു മുന്നറിയിപ്പായിട്ട്, പക്ഷേ അത് വേറെ പേരിലാണ്. അതെ, അല്ല ഞാൻ പറയുന്നത് കുട്ടികളെത്തണം, അതെ, സ്കൂളിൽ കുട്ടികളെത്തണം. കാരണം ലോകം മുഴുവൻ എന്താണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ക്രിസ്മസ് ആഘോഷിച്ച് വന്നിരുന്നത്, വരാൻ പോകുന്ന ചെയ്തികളുടെ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തിൻ്റെ മുന്നറിയിപ്പായിട്ട് ഇത് കണ്ടാൽ മതി. കർത്താവ് ജനിക്കുന്നതിന് മുന്നേ പറഞ്ഞെന്താണ്, വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ജനിച്ചതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് വരാൻ പോകുന്നതിൻ്റെ മുന്നൊരുക്കമായിട്ട് ഇതിനെയൊക്കെ കണ്ടാൽ മതി. പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട സംഭവങ്ങളായി നമുക്ക് തോന്നുമെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സംവിധാനം അല്ലേ എന്ന് നോക്കുക. പല സംസ്ഥാനങ്ങളും ആരാ ഭരിക്കുന്നത്? അവിടെ എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണല്ലോ. അല്ലല്ലോ. കൊച്ചു കേരളത്തിൽ, വളരെ ചെറിയ കേരളത്തിൽ, വളരെ നാമമാത്രമായ പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ മാത്രം BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാകുകയാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ വേറെ എവിടെയും ഉണ്ടായില്ലല്ലോ. വേറെ എവിടെയും ഉണ്ടായോ? പാലക്കാട് പോലെ BJP ഉള്ള കോർപ്പറേഷനിൽ മാത്രം ഉണ്ടാകുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാകുന്നു, ഇപ്രാവശ്യം ഉണ്ടാകുന്നു. ഞാൻ പറയുന്നത് ഇതിനെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ BJP നേതാക്കന്മാർക്ക് ആദ്യം വിചാരിക്കും ഇത് ന്യായീകരിക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, വേറെ എന്താ ചെയ്യാനുള്ളത്? അങ്ങനെയില്ല. കള്ളു കുടിച്ചാൽ തല്ല് കിട്ടും. കള്ളു കുടിക്കാതെ ക്രിസ്ത്യാനി ഉണ്ടെന്ന് ചോദിച്ചാൽ 80% കള്ളു കുടിക്കുന്നവർ, ബാക്കി 20% ഒഴിവാക്കിയാൽ മതി. അത് ഞാൻ പറയുന്നത് നല്ല ചേട്ടന്മാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 അടിച്ചിട്ട് കരകൊണ്ടു പോവാം എന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. പാലക്കാട് ഉണ്ടായത് അങ്ങനെയല്ല. പാലക്കാട് ഉണ്ടായത് എങ്ങനെയാണ്? 16 വയസ്സുള്ള കുട്ടികളാണ്, സാധാരണ ചെറിയ പിള്ളേർ കരോളെടുത്ത്, പണ്ടത്തെ കാലത്ത് പെട്രോമാക്സ് എടുത്തിട്ട് തോട്ടത്തിനുള്ളിൽ കൂടെ അടുത്ത വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന അങ്ങനെ തുടങ്ങിയ കരോളാണ് അല്ലേ. പല വീട്ടിൽ ഇപ്പം വയനാടിൻ്റെയൊക്കെ മലയോര മേഖല, ഇടുക്കിയുടെയൊക്കെ മലയോര മേഖലയിൽ ഒരു വീടിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരം ഉണ്ടാവും അടുത്ത വീട്ടിലേക്ക്.
ഏത് പെട്രോമാക്സ് എടുത്ത് രാത്രി ലൈറ്റ് ഉണ്ടാവില്ല, അതെടുത്ത് ഈ കാടിൽ കൂടെ വന്യമൃഗങ്ങളെ പോക്കി കരോൾ നടത്തിയിരുന്ന കാലമാണ്. ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അത്രയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ടും ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ സമയത്ത് അവിടെ ഒരു സംസാരവും അവിടെ ഒരു ആഘോഷവും അവിടെ ഒരു പാട്ടും അവിടെ ഒരു ബാൻഡും ഒക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിലൊരു വെളിച്ചം കൊണ്ടിരുന്ന രീതിയിലാണ് എല്ലാ വീടുകളിലും കരോളെത്തുക. അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെ മതം വളർത്താൻ പോവുക, ഒരു പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഈ കരോൾ വരുന്നതോട് കൂടിയിട്ട് മതം വളരും എന്നാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് കരോൾ നടത്തുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ സാന്റാക്ലോസിൻ്റെ മുഖം മൂടി കാണുന്ന സമയത്ത് അയ്യോ ഇതാണ്ട് ക്രിസ്തുവാണ് ഇരിക്കുന്നത് എന്നുള്ള നിലയ്ക്കാണ് എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞിട്ട് അവരെ ഇതെല്ലാം ഇവിടെ എടുത്തിട്ട് പോയി എന്തൊക്കെയോ പറയുകയാണ്. ഇത് നിനക്ക് സ്ഥലം മനസ്സിലായില്ലേ, ഇത് എവിടെ വെച്ചിട്ടാണ് നിനക്ക് വിൽക്കുന്നതെന്ന് അറിയില്ലേ, സാന്താക്ലോസ് ആരാ അതറിയില്ല. ഇവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ല, ഇത് ആരോടാ പെരുമാറേണ്ടതെന്ന് അറിയില്ല. കേക്ക് മുറിക്കുന്നതിനകത്ത് ഈ ക്രിസ്മസ് ആഘോഷം കേക്കും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. കാരണം അത് ഒരു ആഘോഷത്തിന് ഭാഗമായിട്ട് എല്ലാവരും കൊണ്ടു കൊടുക്കണം. നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു 2000 കേക്കൊക്കെ കണ്ടാണ് റിപ്പോർട്ടർ TV കൊടുത്തിട്ടുള്ളത്. കാരണം കേക്ക് കൊടുക്കുന്നത് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളൊരു സന്തോഷം ഒരാളോട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൻ്റെ ഒരു മൂലയിൽ വരെ ഇതൊക്കെ എത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭവിഷ്യത്തൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞില്ല ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു കഥ. എപ്പോഴാണ് നമുക്ക് ചെന്നായി ആയി മാറേണ്ടത്, എപ്പോഴാണ് ആടായിട്ട് നിൽക്കേണ്ടത് ഇവർക്ക് നല്ല ധാരണയുണ്ട്. എപ്പോഴാണ് ഇലക്ഷൻ വരുന്ന സമയത്ത് ആടാണ് അവർ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ ചെന്നായിയായി മാറും. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു, ഇനിയിപ്പം 3-5 മാസമുണ്ട്, അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയാൽ മതി. അപ്പം ഇനിയിവർ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ പാടെ നിങ്ങളൊരു സംവിധാനം ശ്രദ്ധിച്ചോ? എവിടെയും ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ ഭാഗമായിട്ട് എവിടെയും വോട്ട് കിട്ടിയിട്ടില്ല എന്നങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പറഞ്ഞില്ലേ? അങ്ങനെ പറയാൻ പാടുമോ? കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പറയുകയാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ ഭാഗമായിട്ട് എവിടെയും വോട്ട് കിട്ടിയില്ല, അവരെ നമ്മളെ സഹായിച്ചിട്ടില്ല, അവരെ വിട്ടേര് എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് ഇവർ ഇപ്പോൾ കണക്കാക്കുന്നത്? ഹിന്ദുവിന് വോട്ട് എത്ര കിട്ടുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റി എത്ര കിട്ടുന്നുണ്ട്, മുസ്ലിങ്ങളുടെ വോട്ട് എത്ര കിട്ടുന്നുണ്ട്? അപ്പോൾ ഹിന്ദുക്കളുടെ വോട്ടാണ് മുഴുവൻ കിട്ടുന്നത്, ഹിന്ദു പാർട്ടിയുടെ നിൽക്കുക, അവരും ആ വോട്ട് മാത്രം മതി, ആ വോട്ടിൽ സംവിധാനത്തിൽ നമ്മൾ ജയിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. വളരെ ഞാൻ പറയുന്നത് നേതാക്കന്മാർ ബിഷപ്പുമാരുടെ കൂടെയും അച്ഛന്മാരുടെ കൂടെയും പോയിട്ട് കേക്ക് മുറിച്ചതുകൊണ്ട് ഈ പറയുന്ന ഞങ്ങളെല്ലാം ക്രിസ്ത്യാനിയുടെ കൂടെയാണ്, അല്ലെങ്കിൽ ക്രിസ്തുമതം കേരളത്തിൽ ഇന്ത്യയിൽ വളർന്നോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഡൽഹിയിൽ ഭയങ്കര ആഘോഷമാണ്, കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ടില്ലേ? വലിയ ആഘോഷമാണ്. എല്ലാ ബിഷപ്പുകാരെയും വിളിക്കുന്നുണ്ട്. ഇപ്പം പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും വൈസ് പ്രസിഡൻ്റെ ഭാഗത്തുനിന്നൊക്കെ ക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പങ്കെടുത്തേ പറ്റുള്ളൂ. പങ്കെടുക്കാതിരിക്കാൻ ഒരു വേദിയിലും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ബിഷപ്പുകാരെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് പോകാതിരിക്കാൻ കഴിയുമോ? പോകണം. അത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വരാത്തതിന് എന്തുകൊണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ വിട്ടു നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ബിഷപ്പുകാർ ചെയ്യുന്ന കാര്യത്തിനോടുള്ള ഒരു ഇപ്പം ഒരു ക്രിസ്തുവിൻ്റെ ഒരു ജനനം നടക്കുന്ന ക്രിസ്മസ് 25-ൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഇന്ത്യ ഗവൺമെൻറ് വിളിച്ച യോഗത്തിൽ ഒരു ഫംഗ്ഷനിൽ പോലും ബിഷപ്പുമാർ പങ്കെടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വിട്ടുവെക്കാൻ കഴിയില്ല. അതിനെ അതുമായിട്ട് കണക്ട് ചെയ്യേ വേണ്ട. പക്ഷേ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം ശക്തമായി നടപടി സ്വീകരിക്കുന്നത് കാണുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സർക്കാർ തന്നെ തീരുമാനിക്കുകയാണ് 25-ാം തീയതി അവധി വേണ്ട. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. സർക്കാർ തന്നെ തീരുമാനിക്കുകയാണ്, മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കുകയാണ്. അപ്പം പിന്നെ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? അപ്പം അത് മനസ്സിലാക്കാനുള്ള ബോധ്യം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടല്ലോ, അത് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ എങ്ങനെയാണ് ക്രിസ്മസിനെ കൈകാര്യം ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ക്രിസ്മസിനെ കാണുന്നതും എങ്ങനെയാണ് ന്യൂ ഇയറിനെ കാണുന്നതെന്നും എന്തുകൊണ്ടാണ് ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും ഇങ്ങനെ വിപുലമായി ആഘോഷിക്കുന്നതെന്നും അതെന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ലോകത്ത് സമാധാനം ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്, അല്ലേ? ലോകത്ത് സമാധാനം ഉണ്ടാകുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഈ ക്രിസ്മസ് കൊണ്ട് ഘോഷിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആ സമാധാനം ഇല്ലാതാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്ന ചെറിയ രാജ്യമായിട്ട്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു ചെറിയ സംസ്ഥാനമായി കേരളവും ഒക്കെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും മാറുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇന്ത്യ മാറുന്നത് ഒരു ദീർഘവീക്ഷണത്തോടെ നോക്കുമ്പോൾ എന്തൊക്കെയോ ഭാവിയിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അന്നം നിന്ന് പോകുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. കാരണം അടുത്ത പ്രാവശ്യം ഈ 15-16 വയസ്സ് അടി കിട്ടിയ കൊട്ടി അടുത്ത പ്രാവശ്യം അടിയിട്ടാൻ പോകേണ്ട കാര്യമുണ്ടോ? അടിയിട്ടാൻ പോകുന്ന കാര്യം വളരെ 4 വയസ്സോ 5 വയസ്സോ 6 വയസ്സുള്ള കുട്ടികളാണ് ഓടുന്നത്, അല്ലേ? അടി കെട്ടിയിട്ട് ഓടുന്നത് അതിന് എങ്ങനെ അടിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ്. അതിൽ കണ്ടെത്തിയ ന്യായീകരണം കണ്ടോ നിങ്ങൾ? ഈ പറയുന്ന ഡ്രമ്മിൻ്റെ മേലെ അരിവാൾ ചുറ്റിയ നക്ഷത്രം കണ്ടു എന്നുള്ളതാണ്. എന്നിട്ട് അത് കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞു. ഇവർക്ക് മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിലാണ് ഇതിനൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് ചില ആൾക്കാർക്ക് തോന്നും, പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒറ്റപ്പെട്ട സംഭവമാണോ എന്നുള്ളതാണ് ചോദ്യം. സുജയ?
കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ അക്രമം ഒറ്റപ്പെട്ട സംഭവമാണ്. കേരളത്തിൽ വേറെ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ 2024 പലയിടങ്ങളിലായി നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇത്തവണ ഈ ഒരു പ്രദേശത്തുണ്ടായ ഈ സംഭവം ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല എന്ന് തന്നെ ആദ്യമേ തന്നെ പറയട്ടെ. അല്ലെങ്കിൽ അടുത്ത ടേൺ ആകുമ്പോഴേക്കും ഡോക്ടർ അരുൺ നോക്കൂ സുജയ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു, ഈ കരോൾ ബന്ധപ്പെട്ട് നടന്ന ആക്രമണത്തെ ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ടേണിൽ എനിക്ക് ചിലപ്പോൾ മറുപടി പറയാൻ അവസരം കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ ആ മറുപടി കൂടി ആദ്യമേ തന്നെ പ്രേക്ഷകരോട് പറയുകയാണ്. ഇനി പാലക്കാട്ടേക്ക് വരാം. പാലക്കാട്ട് ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ 12 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ കാരൽ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് നമ്മുടെ പ്രതിനിധി ഇക്ബാൽ അറക്കൽ അടക്കം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ കുട്ടികൾ നടത്തുന്ന കാരൽ സംഘങ്ങൾ അത് നമ്മൾ കേരളത്തിൽ ഉടനീളം എല്ലായിടത്തും കാണുന്നതാണ്. പ്രത്യേകിച്ചും ഇത്തവണ സ്കൂൾ അടയ്ക്കാൻ കുറച്ച് ലേറ്റായി. കാരണം നാളെയാണ് സ്കൂൾ അടയ്ക്കുന്നത്. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു 21-ാം തീയതിയൊക്കെ ആകുമ്പോൾ തന്നെ സ്കൂൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഈ കാരൽ സംഘങ്ങളൊക്കെ അതിനുശേഷം നമ്മൾ കാണും. ചിലപ്പോൾ സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങും. അപ്പോൾ കുട്ടികളുടെ ചെറിയ ചെറിയ കാരൽ സംഘങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇവരാണോ അതോ ഔദ്യോഗികമായി പള്ളിയിൽ നിന്ന് നിയോഗിച്ച സംഘമാണോ കാരൽ നടത്തേണ്ടത്, ഇത് പള്ളിയിൽ നിന്ന് അയച്ച സംഘമല്ല എന്നൊക്കെ പാലക്കാട് ബിഷപ്പ് പറഞ്ഞതൊക്കെയാണ് മറുവാദമായി മറുഭാഗത്ത് നിൽക്കുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നോക്കൂ. ഇവിടെ പുതുശ്ശേരി ഭാഗത്ത് തന്നെയുള്ള കുട്ടികളാണ് ഇവരെല്ലാവരും. ഈ 12 വയസ്സ് മുതൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള കുട്ടിയുടെ പ്രായം 16 വയസ്സാണ്. അപ്പോൾ ഈ പ്രായപരിധിയിൽപ്പെട്ട കുട്ടികൾ അത് അവർ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഗ്യാങ് ആണ്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് അവർ പൗരന്മാരായി മാറിയതിനു ശേഷമാണല്ലോ അവരുടെ കൃത്യമായ രാഷ്ട്രീയം, വോട്ടവകാശം വിനിയോഗിക്കുമ്പോഴാണ് അവർ കൃത്യമായ ഏത് രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഇന്ന പാർട്ടിയിലെ അംഗമാണ് എന്നൊക്കെ പറയാൻ സാധിക്കുക. അവർ ഒരുപക്ഷെ ഇടതുപക്ഷ അനുഭാവികളുടെ മക്കളാകാം. അതിനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. 10-ലധികം കുട്ടികൾ ഉണ്ടായിരുന്നു. 11 കുട്ടികളോ മറ്റുമാണ് നമ്മുടെ ദൃശ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ 10-ലധികം കുട്ടികൾ എന്തായാലും ഉണ്ടായിരുന്നു. ഇവിടെ അവർ ഉപയോഗിച്ച ബാൻഡ് ഉപകരണങ്ങളാണ് ഇതിലെ അശ്വിൻ രാജിന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കിയ കാരണം എന്നതാണ് ഇപ്പോൾ അശ്വിൻ രാജ് ഈ അറസ്റ്റിലാകുന്ന വേളയിൽ പോലീസിന് കൊടുക്കുന്ന മൊഴിയിലുമൊക്കെ അത് CPIM-ന്റെ ആണ് എന്ന് ഞാൻ കരുതി എന്നൊക്കെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CPIM-ന്റെ ഓഫീസിൽ ബാൻഡ് ഉപകരണങ്ങളുണ്ട്. ബാൻഡ് സെറ്റിന്റെ, അതായത് CPIM-ന്റെ ബാൻഡ് ഉണ്ട്. ഈ പുതുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റാണ്. ആ ബാൻഡ് സെറ്റിലെ 2 ഡ്രം ഈ കുട്ടികൾ എടുത്തുകൊണ്ട്, അല്ലാതെ മുഴുവൻ 2-3 കാരൽ ടീമുകൾക്ക് ഈ പുതുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഈ ബാൻഡ് വാദ്യത്തിലെ വിവിധ ഇൻസ്ട്രുമെന്റ്സ് അവർ കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ ഡ്രം സെറ്റാണ് ഈ കുട്ടികൾ എടുത്തത്. അതാണ് നേരത്തെ ആൻഡോ സാർ പറഞ്ഞതുപോലെ അത് നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാരലിന് വേണ്ടി അവർ 2 ഡ്രം സെറ്റ് എടുക്കുന്നു. വാടകയ്ക്കാണോ അതോ കുട്ടികൾക്ക് അല്ലാതെ കൊടുത്തതാണോ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ ഈ അശ്വിൻ രാജിന്റെ പ്രദേശത്തേക്ക് കൂടി വരാം. അശ്വിൻ രാജിന്റെ സ്വദേശം എന്ന് പറയുന്നത് കാളാണ്ടിത്തറ എന്ന് പറയുന്ന മേഖലയാണ്. പുതുശ്ശേരിയിലെ കാളാണ്ടിത്തറ നേരത്തെ CPIM-ന്റെ ഒരു കേന്ദ്രമായിരുന്നു, CPIM-ന്റെ ഒരു കോട്ടയായിരുന്നു. ആ കാളാണ്ടിത്തറയിൽ RSS പ്രവർത്തകനായ രതീഷിനെ CPIM പ്രവർത്തകർ കൊലപ്പെടുത്തി. അതിനുശേഷമാണ് അവിടെ നിന്ന് CPIM അനുഭാവികളായ ആളുകൾ മുഴുവൻ വിട്ടുപോയത്. വലിയ സംഘർഷത്തിലേക്ക് പോയതാണ്. കുറേ കാലം മുൻപുള്ള സംഭവമാണ്. അപ്പോൾ ഈ RSS പ്രവർത്തകനായ രതീഷിനെ CPIM പ്രവർത്തകർ കൊലപ്പെടുത്തിയ പുതുശ്ശേരി പഞ്ചായത്തിലെ കാളാണ്ടിത്തറയിൽ നിന്ന് വരുന്നയാളാണ് ഈ അശ്വിൻ രാജിന്റെ പ്രായം 24 വയസ്സ്. ഈ സംഭവം നടക്കുമ്പോൾ അശ്വിൻ രാജ് മദ്യപിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഞാൻ അങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ പഴയ CPIM കേന്ദ്രം ഇപ്പോൾ RSSകാരുടെ അല്ലെങ്കിൽ RSS അനുഭാവികളായ ധാരാളം ആളുകളുടെ കുടുംബമാണ്. അവിടെ തന്നെയാണ് ഈ അശ്വിൻ രാജും താമസിക്കുന്നത്. അശ്വിൻ രാജ് RSSന്റെ ഏതെങ്കിലും പ്രവർത്തകനോ അല്ലെങ്കിൽ RSSന് വേണ്ടി സജീവമായി വോട്ട് തേടി ഇറങ്ങുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ശാഖയൊക്കെ സ്ഥിരമായി അറ്റൻഡ് ചെയ്യുന്ന അങ്ങനെ വളരെ സ്ട്രക്ചേർഡായി പോകുന്ന അങ്ങനെയുള്ള ഒരു സംഘപരിവാർകാരൻ എന്ന് നിങ്ങൾ ഈ ഒട്ടിക്കുന്ന ടാഗ് പോലെ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരാളോ അല്ല. BJPയുടെയും ഒരു പ്രവർത്തകനായോ നേതാവായോ ഒന്നും അറിയപ്പെടുന്ന ആളല്ല അശ്വിൻ രാജിനെ ഞാൻ വിശേഷിപ്പിക്കുക ഹീസ് എ ക്രിമിനൽ. ഒരു ക്രിമിനലാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് കേസിലെ പ്രതിയാണ്, കാപ്പ ചുമത്തിയ ആളാണ്. അപ്പോൾ കാപ്പ ചുമത്തിയ ആൾ വീണ്ടും ഇവിടേക്ക് വന്നിരിക്കുകയാണ്, കാളാണ്ടിത്തറയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാളാണ്ടിത്തറയിലെ സുരഭി നഗർ ആ സ്ഥലത്തും കൂടുതലായി താമസിക്കുന്നത് RSS അനുഭാവികളാണ്. RSS അനുഭാവികളുടെ അല്ലെങ്കിൽ RSSകാരായ ആളുകളുടെ കുടുംബങ്ങൾ തന്നെയാണ്. RSSകാർക്ക് കേരളത്തിൽ ജീവിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ആ സുരഭി നഗറിലാണ് ഈ കാരൽ നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ കാരൽ നടന്ന സ്ഥലത്തെക്കുറിച്ച് കൂടി പറയാം. ഇവിടെ ഈ കാരൽ നടത്തിയ സംഘം അത് ക്രിസ്ത്യാനികളാണോ നടത്തിയത്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണല്ലോ ഒരു ഭാഗത്ത് ഉയരുന്നത് അല്ലെങ്കിൽ വാദത്തിന് വേണ്ടി നമ്മൾ പരിഗണിക്കേണ്ടത്. ഈ കാരൽ സംഘത്തിൽ ക്രിസ്ത്യാനികളില്ല. ഇനി ഈ കാരൽ നടന്ന സ്ഥലം സുരഭി നഗറിലും ഒരു ക്രിസ്ത്യൻ കുടുംബം പോലുമില്ല. ഒരു ക്രിസ്ത്യാനിയുടെയും കുടുംബമില്ലാത്ത സുരഭി നഗറിൽ ഈ കാരളുമായി ഈ കുട്ടികൾ എത്തുകയായിരുന്നു. അപ്പോൾ ആ കുട്ടികൾ അവിടേക്ക് എത്തിയതിന്റെ മോട്ടീവ് എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇയാൾ പെട്ടെന്ന് പ്രകോപിതനാകുന്നത്. അയാൾ ആ പ്രകോപിതനായത് ഇപ്പോൾ എവിടെയായാലും, ഇപ്പോൾ ക്രിസ്ത്യാനികൾ വേണമെന്നില്ല, എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാരൽ സംഘം വരാറുണ്ട്. ആ കാരൽ സംഘത്തിന് അവരെ കൃത്യമായി അവർ വന്ന് പെർഫോം ചെയ്ത് അവരുമായി നമ്മളൊക്കെ ഇടകലർന്ന് അങ്ങനെ തന്നെയാണ് പോകുന്നത്. എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള എൻ്റെ അനുഭവം അതാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തും കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാരൽ സംഘം വന്നിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് ജസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ ഈ കാരൽ എന്ന് പറയുന്നത് ആരും എതിർക്കേണ്ടതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒന്നല്ല. അതിൻ്റെ കാരണം ക്രിസ്മസിൻ്റെ പാരമ്പര്യമായ പൈതൃകത്തിൻ്റെ ഭാഗമാണ് കാരൽ എന്നുള്ളതാണ് അതിനെ എതിർക്കുന്നവർ മനസ്സിലാക്കേണ്ടത്. കാരണം തിരുപ്പിറവിയുടെ രൂപങ്ങളും വാദ്യോപകരണങ്ങളുടെ അകമ്പടിയും ഒക്കെ ആയിട്ട് ഈ വരുമ്പോൾ സാന്റാക്ലോസുമായിട്ട് വീടാന്തരം കയറുമ്പോൾ അതിനെ വികലമാക്കി അവതരിപ്പിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. ഒരു ചുവന്ന നൈറ്റി ഇട്ടുകൊണ്ട് പിരിവിന്
എന്തിനായി മാത്രം നടത്തുന്ന കാരളിനെ ഞാൻ അനുകൂലിക്കുന്നുമില്ല. കൃത്യമായി സ്ട്രക്ചേർഡായി തിരുപ്പിറവിയുടെ സന്ദേശവുമായി വരുന്ന കാരൾ കേരളത്തിൽ ഉടനീളം എന്നല്ല, ഇന്ത്യയിൽ ഉടനീളം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതിനെയൊന്നും BJP യോ RSS പോയി അങ്ങ് തടസ്സപ്പെടുത്തുന്നു. ആ വ്യാഖ്യാനത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ ഒരു അക്രമി, ഒരു കാപ്പ കേസ് പ്രതി, ഒരു ക്രിമിനലാണ് ഈ ആക്ട് നടത്തിയത്. അയാളെ ജയിലിൽ നിന്ന് ഇറക്കാനോ അല്ലെങ്കിൽ അയാളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വാദിക്കാനോ അങ്ങനെ സ്റ്റേഷനിലേക്ക് ചെല്ലാനോ ഒന്നും BJP യോ അല്ലെങ്കിൽ RSS ആരെങ്കിലും ചെന്നെന്ന് ഞാൻ കരുതുന്നില്ല. C. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുമുണ്ട്. ആ പറഞ്ഞ പ്രസ്താവന ഞാൻ അനുകൂലിക്കുന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് തിരുത്തിയിട്ടുമുണ്ട്. അതിലേക്ക് നയിച്ചത് ഞാൻ കരുതുന്നത് പാലക്കാട് ബിഷപ്പിന്റെ അടക്കം പ്രതികരണങ്ങളാണ് എന്നാണ് കരുതുന്നത്. പാലക്കാട് ബിഷപ്പ് പറഞ്ഞ വാചകങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ് പുറത്തേക്ക് വന്നത് എന്ന് വേണം കരുതാൻ. പാലക്കാട് ബിഷപ്പ് പറഞ്ഞ ഭാഗം എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. പാലക്കാട് ബിഷപ്പ് പറഞ്ഞത് കാരൽ നടത്തേണ്ടത് ആത്മീയമായ സന്ദേശം നൽകിക്കൊണ്ടാവണം. ഈ കുട്ടികൾ അങ്ങനെ ആ രീതിയിലൊന്നുമല്ല. അവരെല്ലാവരും കൂടി ചേർന്ന് അവരുടെ ഒരു കൂട്ടായ്മ ഒന്നിച്ച് ഇവർ ബാൻഡൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ കൂട്ടത്തിലെ ഈ കുട്ടികളുടെ സംഘത്തിലെ 10-ലധികം കുട്ടികളുള്ളതിലെ 2 പേർക്ക് ഈ അശ്വിൻ രാജുമായി നേരത്തെ തന്നെ ചില ഫ്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ, അതായത് പ്രാദേശികമായിട്ട് 24 വയസ്സും 16 വയസ്സുമുള്ള ആളുകളാകുമ്പോഴേക്കും അവർക്കിടയിൽ നേരത്തെ എന്തെങ്കിലും പ്രകോപനങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാകും. അതെന്താണെന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അവിടെ ആ ഒരു വാഗ്വാദമുണ്ടായി. പിന്നെ ഈ ബാൻഡിൽ CPM എന്ന് കണ്ടു. അത് ഈ CPMന്റെ ഓഫീസിൽ നിന്ന്, ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് കണ്ടയുടനെ ഇയാൾ പോയി അങ്ങനെ ആക്രമിക്കേണ്ട ഒരു കാര്യവും അവിടെ ഇല്ല എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ കുരുടിക്കാട്ടെ കാരൾ ഈ ഏരിയ കമ്മിറ്റിയുടെ ഓഫീസിൽ വെച്ചിരുന്ന ഈ ബാൻഡ് ഉപകരണങ്ങളിലെ ഈ ഡ്രം അത് കണ്ടിട്ടുള്ള ഒരു പ്രകോപനമായിട്ട് വേണം നമുക്കതിനെ കാണാൻ. അല്ലാതെ കാരളിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നതൊന്നും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ആക്രമിക്കപ്പെടേണ്ടവരല്ല ക്രിസ്ത്യാനികൾ എന്ന് തന്നെയാണ് ഈ വിഷയത്തിലെ എൻ്റെ നിലപാട്. അപ്പോൾ വ്യക്തിപരമായി ഇയാൾ ചെയ്ത കാര്യത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം തേളാണ് BJP എന്നൊക്കെയുള്ള താങ്കളുടെ ഒരു അതിവായനയായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണ് അപലപിച്ചല്ലോ ഈ വിഷയത്തെ. അതെ, എന്റെ ടേക്കാണ്. BJP മറ്റൊരു പാർട്ടിയാണ്, ഒരു വ്യക്തിയാണ്. ശരി, അപ്പോൾ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് എന്റെ വ്യക്തിപരമായ ബോധ്യമാണ്. ആ പാർട്ടിയെ കുറിച്ചുള്ള അല്ല, BJP എന്ന അല്ല, ഷോൺ ജോർജ് ആണ് പാർട്ടിയെന്ന് ഞാൻ കരുതുന്നില്ല. ഷോൺ ജോർജ് ആണ് പാർട്ടിയെന്ന് ഞാൻ കരുതുന്നില്ല. C. കൃഷ്ണകുമാറാണ് പാർട്ടിയെന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടിയിലെ പദവികൾ വഹിക്കുന്ന 2 വ്യക്തികളാണ്. അല്ല, പാർട്ടി ഞാൻ പറഞ്ഞോട്ടെ താങ്കൾക്ക് അസഹിഷ്ണുത ഉണ്ടാകും. ഞാൻ പറഞ്ഞോട്ടെ, ഈ പാർട്ടിയുടെ ഔദ്യോഗികമായ അഭിപ്രായം പറയേണ്ടത് അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയും ഈ നിമിഷം വരെ നടത്തി. ഒരു പാർട്ടിയുടെ അല്ല, രാജീവ് ചന്ദ്രശേഖറാണ് പാർട്ടിയുടെ ഔദ്യോഗികമായ അഭിപ്രായം പറയേണ്ടത്. ഔദ്യോഗികമായ അഭിപ്രായം പറയേണ്ടത് അല്ല, ഔദ്യോഗികമായ അഭിപ്രായം പറയേണ്ടത് അല്ല, അവരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഔദ്യോഗികമായ അഭിപ്രായം പറയേണ്ടത് രാജീവ് ചന്ദ്രശേഖറാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ ഇന്ത്യ മുഴുവൻ, കേരളം മുഴുവൻ അങ്ങ് തേളാണ് എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. തേളല്ല, അങ്ങനെ ഒരു പാർട്ടിയും പറയേണ്ട കാര്യവുമില്ല. പിന്നെ കേരളം ഭരിക്കുന്ന BJP അല്ല, പിണറായി വിജയൻ സർക്കാരിന് കണ്ടെത്താമല്ലോ. ഈ അശ്വിൻ രാജ് അല്ലാതെ RSSകാരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത കുട്ടികളെ അറ്റാക്ക് ചെയ്തതാണെങ്കിൽ അത് കണ്ടെത്താമല്ലോ. ഇവിടെ ഇപ്പോൾ അശ്വിൻ രാജിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല അയാളെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. വിട്ടത് കേരള പോലീസാണ്. ഇത്രയേ ഉള്ളൂ. ശരി, ഇതൊറ്റപ്പെട്ട സംഭവമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതിൻ്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കണക്കുകൾ ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. കേരളത്തിലേത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ചിത്രീകരിച്ചു. ഇത് ഈ വർഷം ഒറ്റപ്പെട്ട സംഭവമാണ്. കഴിഞ്ഞ വർഷവും ഇത് ഒറ്റപ്പെട്ട സംഭവം. തത്തമംഗലം സ്കൂളിൽ 3 VHP പ്രവർത്തകർ പ്രതിയായിരിക്കുന്ന കേസുണ്ട്. അത് സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസാണ്. അതൊന്ന് ഇപ്പോൾ പുതുശ്ശേരിയിൽ സംഭവിച്ചിരിക്കുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ആ കണക്കുകൾ കേൾക്കൂ. ഈ ഒറ്റപ്പെട്ട സംഭവമാണോ എന്നുള്ളതാണ് ചോദ്യം. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. പലതവണ ഇതേ ഫോറത്തിൽ ഇരുന്നു കൊണ്ട് ഇതേ കണക്കുകൾ നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ളതുമാണ്. എന്താണ് കണക്കുകൾ പറയുന്നത്? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 2014 മുതൽ 2024 വരെ 500% വർധനമുണ്ടായിരിക്കുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ. ഒറ്റപ്പെട്ട സംഭവമാണ്. അത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിപ്പിക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ ഒന്ന് ഈ ഉത്തർപ്രദേശും ഛത്തീസ്ഗഡുമാണ്. അവിടെയാണ് ഉത്തർപ്രദേശിൽ ഇക്കുറി അവിടെ ക്രിസ്മസ് ഇല്ല. പകരം ക്രിസ്മസ് ആഘോഷത്തിനു പകരം അവിടെ വാജ്പേയിയുടെ ഓർമ്മ പുതുക്കുന്ന ദിനമായിട്ട് ആചരിക്കണം എന്ന മട്ടിലാണ് സർക്കുലർ പോയിരിക്കുന്നത്. എങ്ങനെയാണത് ഒറ്റപ്പെട്ട ദിവസമല്ലേ? അത് ഒറ്റപ്പെട്ട ദിവസമാണ് ഈ 25. അതുകൊണ്ടായിരിക്കും അല്ലേ? ഉത്തർപ്രദേശിൽ അതൊരു ഒറ്റപ്പെട്ട ദിവസമാണല്ലോ ഈ 25 എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല. ഇനി ആ കണക്ക് അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ കണക്കുകളുടെ കേസുകളിലും കൂടി ഞാനൊന്ന് പറയാം, എങ്കിലും ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാവൂ. 2014 റിപ്പോർട്ട് ചെയ്ത ക്രിസ്ത്യൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വൈദികരുടെയും പുരോഹിതരുടെയും കന്യാസ്ത്രീകളുടെയും ഒക്കെ നേരെ നടന്ന ആക്രമണങ്ങളുടെ എണ്ണം 139ആണ്. പക്ഷേ 2014 ശേഷം ഇപ്പോൾ 2024 ഈ കേസെടുക്കുമ്പോൾ 2024 ഡിസംബർ വരെയുള്ള കണക്കെടുക്കുമ്പോൾ ആ കണക്കുകൾ 834ആണ്.
ഇതാണ് 500% വർധനമെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? ഒറ്റപ്പെട്ട സംഭവമായിട്ട് എങ്ങനെ ചിത്രീകരിക്കാൻ കഴിയും? പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, 2025 മാത്രം കഴിഞ്ഞ ജനുവരി മുതൽ സെപ്റ്റംബർ മാസം വരെ നടന്ന അതിക്രമങ്ങളുടെ കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ 549 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നത് എത്രയാണെന്നറിയാമോ? കേവലം 39 മാത്രം. എന്തുകൊണ്ടാണ് അശ്വിൻ രാജിനെ പിടിച്ചത്? ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമല്ല, ഇത് CPM ഭരിക്കുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ പ്രതിപക്ഷം കോൺഗ്രസ് ആണ്. അവിടെ ആര് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തിയാലും പിടികൂടാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ 539 ആക്രമണങ്ങൾ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നേരെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ 39 പേരെ മാത്രമാണ് ഈ വർഷം മാത്രം അറസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമേ അല്ല. 93% കേസുകളും അന്വേഷിക്കപ്പെടാതെ പോകുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ കണക്ക്. അപ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണോ? അതല്ല. ഇന്ത്യയിലുടനീളം നടക്കുന്ന സംഭവങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ പാലക്കാട് പുതുശ്ശേരിയിൽ ഇക്കൊല്ലം നടന്നത്, കഴിഞ്ഞ തവണ തത്തമംഗലത്തും നടന്നത് എന്നതാണ്. ഇനി ഇതിന് പിന്നിലൊരു രാഷ്ട്രീയം. ഇത് കേവലം അശ്വിൻ രാജിന് തോന്നിയ ഒരു ക്രിമിനൽ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചിരിക്കുന്ന ഒരു ആക്രമണമേ അല്ല. നിങ്ങൾക്ക് ക്രിമിനൽ ബുദ്ധിയിൽ ഉദിക്കുന്ന ആക്രമണം എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ വേഷധാരികൾ അല്ലെങ്കിൽ കരോൾ സംഘത്തിന് നേരെ മാത്രം തിരിയുന്ന സാഹചര്യം ഉണ്ടാവുന്നത്? അതിനൊരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇയാൾ സുജയ് നേരത്തെ പറഞ്ഞു, ഇയാൾ RSSന്റെ ശാഖയിലൊന്നും കൃത്യമായി നിരന്തരം പങ്കെടുക്കുന്ന ആളായിരുന്നില്ല. വേണ്ട, RSSന്റെ ശാഖയിൽ നിരന്തരം പങ്കെടുക്കേണ്ട ആളായിരുന്നില്ല. ശാഖകളിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ, ശാഖകളിലൊക്കെ പോകുമ്പോൾ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, പഠിപ്പിക്കുന്നത് വിചാരധാരയായിരിക്കുമല്ലോ. വിചാരധാരയിൽ തന്നെ പ്രധാനമായിട്ടും 12ാമത്തെ അധ്യായം വിട്ടുപോകാൻ സാധ്യതയില്ലല്ലോ. അതിൽ തന്നെ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെയാ പഠിപ്പിക്കുക? എങ്ങനെയാ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും ആഭ്യന്തര ശത്രുക്കളായി വിചാരധാര എങ്ങനെയാ കണ്ടിരിക്കുന്നത്? എങ്ങനെയാ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത്? വിചാരധാരയിൽ 12ാമത്തെ അധ്യായത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്ന അവരെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ജീവകാരുണ്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞു വരുന്ന അധാർമികവും രാജനൈതികമായിട്ടുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവരെന്ന മട്ടിലാണ് ഈ ക്രിസ്ത്യാനികളെ. ഇവിടെയാണ് കേട്ടോ കേക്കുമായിട്ട് നമ്മൾ പോയതേ ഈസ്റ്ററിന്. അധാർമികവും രാജനൈതികവുമായ തന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നവർ, ജീവകാരുണ്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞു വരുന്നവർ എന്നതാണ്. ഇത് കേട്ടു വന്നയാളാണ് ഈ അശ്വിൻ രാജ്. ഇത് കേട്ടു പഠിച്ചയാളാണ് ഈ അശ്വിൻ രാജ്. അതുകൊണ്ടാണ് അശ്വിൻ രാജിന് ഈ കരോൾ സംഘത്തിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒഡീഷയിലെ തെരുവിലൂടെ നടന്നു പോകുന്ന കരോൾ സംഘത്തിൻ്റെയും സാന്താക്ലോസിൻ്റെയും ചിത്രങ്ങൾ വിൽക്കുന്ന തൊപ്പി വിൽക്കുന്ന ഒരു പാവപ്പെട്ട കുഞ്ഞിനെ കാണുന്ന സമയത്ത് ആ കാറിലൂടെ കടന്നു പോകുന്ന ഒരു സംഘപരിവാറുകാരന് ഇവനെ മർദ്ദിക്കേണ്ടവരാണ്, ഇവനെ എതിർക്കേണ്ടവരാണ് എന്ന് തോന്നുന്നത്. അതും സാന്താക്ലോസും ഈ യേശുക്രിസ്തുവും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളതിനെ കുറിച്ച് പോലും ആലോചിക്കാതെയാണ് കേട്ടോ. സാന്താക്ലോസ് ഒക്കെ വരുന്നത് കഴിഞ്ഞ 19ാം നൂറ്റാണ്ടിന് ശേഷം വരുന്ന പോപ്പുലർ ഫിക്ഷനിലൂടെ വരുന്ന കഥാപാത്രമാണ്. ഈ സാന്താക്ലോസ് യേശുക്രിസ്തുവിന്റെ എന്തോ അടുത്ത ബന്ധുവാണെന്ന മട്ടിലൊക്കെയാണ് സാന്താക്ലോസിന്റെ ചിത്രം കാണുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട്. അതൊരു ആഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വരുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. ആ കുഞ്ഞിന് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് മാനിന്റെ തേരിലേറി വരുന്ന, മാനിന്റെ രഥത്തിലേറി വരുന്ന ഈ സാന്താക്ലോസിനെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് വരുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ചിലർക്ക് സന്തോഷമല്ല വരുന്നത്? അവിടെ അവരുടെ സംഘപരിവാർ ബോധത്തിൽ നിന്ന് വരുന്നത് അതിനോടൊരു വിദ്വേഷമാണ് വരുന്നത്. ഈ വിദ്വേഷം കേവലമായിട്ടുണ്ടായതല്ല കേട്ടോ. അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇതിന്റെ ലഘു ചരിത്രം അറിയണമെങ്കിൽ, ഈ മനസ്ഥിതിയുടെ ചരിത്രം അറിയണമെങ്കിൽ നിങ്ങൾക്ക് 1930കളിലേക്ക് പോകണം. 1931 ഹെഡ്ഗേവാറിന്റെ മാർഗദർശിയായിരുന്ന BS മൂഞ്ചെ എന്ന് പറയുന്ന, ബാലകൃഷ്ണ ശിവറാം മൂഞ്ചെ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. ആ BS മൂഞ്ചെ 1931 പോയി കാണുന്ന ഒരു നേതാവിന്റെ പേരുണ്ട് ഇറ്റലിയിലെ ബെനിറ്റോ മുസോളിനി. അന്ന് ബെനിറ്റോ മുസോളിനിയും ഈ നാസിസ്റ്റ് ജർമ്മനിയിലെയും ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. എന്നിട്ട് അന്ന് മൂഞ്ചയുടെ ഡയറിയിൽ എഴുതുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയും സൈനികമായി ഇത്തരത്തിലൊന്ന് സംഘടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് BS മൂഞ്ചെ എഴുതുന്നുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? നമ്മുടെ വിചാരധാരയിലാണെങ്കിലും പിന്നീട് വന്ന ബെഞ്ച് ഓഫ് തോട്ട്സിലാണെങ്കിലും എങ്ങനെ വിശദീകരിച്ചിരിക്കുന്നതെന്നറിയാമോ? ഇങ്ങനെയാണ് ഗോൾവാൾക്കർ എഴുതിയിരിക്കുന്ന വി ഓർ അവർ നേഷൻ ഹു ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ പറയുന്ന വാചകം ഇതാണ്: ഇത് ഹൈന്ദവ ദേശമാണ്, ഇവിടെ ഹൈന്ദവ സംസ്കാരം, വംശം എന്നീ ആശയങ്ങളല്ലാത്ത ഒന്നും പാടില്ല. എഴുതിയിരിക്കുന്നത് ഗോൾവാൾക്കർ, വി ഓർ അവർ നേഷൻ ഹു ഡിഫൈൻഡ്. 1939 BS മൂഞ്ചെ ബെനിറ്റോ മുസോളിനിയെ പോയി കണ്ട് തിരികെ വന്നതിനു ശേഷം ഹിന്ദുത്വ എന്ന ആശയം ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന വരികളാണ്. ഇനി ഒന്നുകൂടിയുണ്ട്, അല്ലെങ്കിൽ യാതൊരു ആനുകൂല്യത്തിനും അർഹതയില്ലാത്ത, ഒരു പരിഗണനയും ലഭിക്കാത്തവരായി ഹിന്ദു രാജ്യത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണം. ആരാണ് ജീവിക്കേണ്ടത്? ഈ ഹിന്ദു വംശത്തിൽ പിറന്നിട്ടില്ലാത്ത ആളുകൾ ജീവിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് യാദൃച്ഛികമല്ല. 1935 ന്യൂറംബർഗിൽ പാസാക്കപ്പെട്ട നിയമത്തിന്റെ അതേ തത്വമാണ് ഇവിടെയും ഉൾക്കൊള്ളുന്നത്. അതാണ് ഈ സാംസ്കാരിക ദേശീയത എന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഘടകം. എന്താ അത്? റഷ്യയിലെ പൗരന്മാരല്ലാത്ത മറ്റാരെയും
ഒരു ജൂതനെയും അവിടെ അവർ പൗരന്മാരായിട്ട് കണക്കാക്കില്ല. പകരം അവരെ കണക്കാക്കുക സബ്ജക്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രജകളായിട്ടാണ് കണക്കാക്കുക. നമ്മുടെ ഒരു നേതാവ് ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ, പ്രജകൾക്ക് എന്ന് പറയുള്ളൂ. ഇതൊക്കെ വരുന്നത് എവിടെ നിന്നാ? ന്യൂറംബർഗിലെ ആശയങ്ങളിൽ നിന്നാണ്. ആ ന്യൂറംബർഗ് ആശയങ്ങളെയൊക്കെ വിചാരധാരയിലും ഈ പറയുന്ന വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡിലും ഒക്കെ നിർവചിച്ചതിനു ശേഷം ഇതേ ഇടങ്ങളിൽ നിന്നാണ് ഈ അശ്വിൻ രാജിനെ പോലുള്ള ആളുകൾക്ക് ഈ വിവരം കിട്ടുന്നത്. ഇത് വായിച്ചു പഠിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും തോന്നും, ഇതിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരല്ലേ, ഇവർ പ്രജകളല്ലേ, പൗരന്മാരല്ലല്ലോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് കാളാണ്ടിത്തറയിലെ സുരഭി നഗറിൽ വന്ന 14 കുട്ടികളിൽ ഏറ്റവും മുതിർന്നയാളുടെ പ്രായം ഞാൻ പരിശോധിച്ചു. 16 വയസ്സാണ്. അതിൽ 12 വയസ്സും 13ഉം 14ഉം വയസ്സുള്ളവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കരോൾ ഗാനത്തിന് പോയിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ നേരെ എതിർവശത്ത് നിൽക്കുന്ന ഒരു ചർച്ചാണ്, ഒരു പള്ളിയാണ്. അവിടെ ആ പള്ളിയിലുള്ള ആളുകൾ ഇവിടെ മണ്ഡലകാലത്ത് ഞങ്ങളുടെ അയ്യപ്പ ക്ഷേത്രത്തിലേക്കും വരും. അയ്യപ്പ ക്ഷേത്രത്തിലുള്ള ഞങ്ങൾ പലരും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കരോളിനും പോകും. അന്നൊക്കെ ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ, പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒരാഘോഷമായിരുന്നു. അവിടെ ആരുടെയും കരോൾ ഗാനം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടിലല്ല. കരോൾ ഗാനം വരുന്ന സമയത്ത് ആളുകൾ കാത്തിരിക്കും. അവിടെ വന്ന് ആ പാട്ട് കേൾക്കുന്ന സമയത്ത് പെട്രോമാക്സും ഒക്കെ പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരാണ്. ഇവരെ തമ്മിത്തല്ലിക്കാൻ വരുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയുക എന്നത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമേ അല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കണക്കുകൾ കൂടി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ ഏത് കേക്കുമായി വന്നാലും മനസ്സിലിരിപ്പിതാണ് നിങ്ങൾക്ക്. ഇല്ല, ഇത്തവണ കേക്കില്ല. മാത്രമല്ല ഈ വിചാരധാരയിൽ പറയുന്നത് ഔട്ടിംഗ് ദ ക്രിസ്ത്യൻസ് എന്നാണ്. ക്രിസ്ത്യനുകളെ പുറത്താക്കുക എന്നുള്ളതാണ്. ഔട്ട്റീച്ച് പ്രോഗ്രാം പറയുന്നത് ക്രിസ്ത്യൻസിലേക്ക് ഔട്ട്റീച്ച് എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്ത്യൻസിനെ ഔട്ടാക്കണം എന്നതിൽ നിന്ന് ക്രിസ്ത്യൻസിലെ ഔട്ട്റീച്ചിലേക്ക് BJP രാഷ്ട്രീയമായി പരിവർത്തനപ്പെട്ടത് മാനസാന്തരമാണെന്ന് ധരിക്കരുത് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ എന്നുള്ളതാണ്. ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഒരു തിരുത്തുകൂടിയുണ്ട്. കാളാണ്ടിത്തറ RSSൻ്റെ കേന്ദ്രം തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ 10-15 വർഷമായി അവിടെ CPM-ൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഇല്ലായിരുന്നു. ഇത്തവണ അവിടെ വിജയിച്ചിരിക്കുന്നത് 15 വർഷത്തിന് ശേഷം ഒരു CPM മെമ്പർ അവിടെ ജയിച്ചിട്ടുണ്ട്. ലതിക എന്ന ആളാണ് ഇപ്പോൾ ഈ കാളാണ്ടിത്തറയിൽ മെമ്പറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെ ന്യായീകരിച്ചു കൊണ്ടുവന്ന C കൃഷ്ണകുമാറിനോടും ഷോൺ ജോർജിനോടും ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതെങ്ങനെ സാധ്യമാവുന്നു? 16 വയസ്സുള്ളൊരു കുട്ടി മദ്യപിച്ചാണ് വരുന്നത് എന്ന പാർട്ടിയുടെ ഉത്തരവാദിത്വമുള്ള ഒരു നേതാവ് എങ്ങനെയാണ് പറഞ്ഞത്? എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? പിന്നീട് അങ്ങ് അത് പിൻവലിച്ചു. അത് നന്നായി. പിന്നെ മാന്യമായി കരോൾ നടത്തിക്കൊള്ളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മാന്യമായിട്ട് കരോൾ നടത്തുക എന്നുള്ളത്, കരോൾ ആഘോഷത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ ഒരു വേളയാണ്. ആര് കരോൾ അവതരിപ്പിക്കണം എന്നൊക്കെയുള്ളത് നമ്മളുടെ സ്വകാര്യതയ്ക്ക് വിട്ടു നൽകുക, അതൊക്കെ നമ്മളുടെ അവകാശങ്ങളാണ്. അതൊന്നും കൽപ്പിക്കാനായിട്ട് ഷോൺ ജോർജോ മറ്റ് രാഷ്ട്രീയ നേതാക്കളോ ഒന്നും ആയിട്ടില്ല. ഇത് കേരളമാണ്, ദ റിയൽ കേരള സ്റ്റോറി. ഇവിടെ കരോളും ആഘോഷിക്കും, പെരുന്നാളും ആഘോഷിക്കും, മണ്ഡലകാലത്ത് വ്രതം നോറ്റ് പോവുകയും ചെയ്യും. ഇതൊന്നും ഇല്ലാതെ ഫിലിം ഫെസ്റ്റിവലിനും പോകും. അത് കേരളമാണ്. ഒറ്റപ്പെട്ട സംഭവമാണോ എന്നുള്ളതാണ് ചോദ്യം. ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് ഒരാൾ, 3 പേർ നോ. Meet the editors.